ഇന്നത്തെ ദേശാഭിമാനിയുടെ തിരുവനന്തപുരം എഡിഷനിൽ 3-ാം പേജിൽ ഒരു വാർത്തയുണ്ട്. ജനകീയ പ്രക്ഷോഭം ശക്തമാക്കാൻ CPIM. നല്ല ഒരു ലക്ഷ്യമാണത്. കാരണം ജനകീയ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അസമത്വത്തിനും അതുപോലെ അരാജകത്വത്തിനും ഒക്കെ എതിരെ സമരം നടത്താൻ CPM തന്നെയാണ് ശക്തൻ. രക്തച്ചൊരിച്ചിലിന് യാതൊരു മടിയില്ലാത്തൊരു ടീമാണ്. അതായത് ചോരയിൽ മുങ്ങി ചോരയിൽ പൊങ്ങിയ ടീമാണ്. അതുകൊണ്ട് ഏതർത്ഥത്തിലും ഏതുവരെയും പോകാൻ, രക്തരൂക്ഷിതമായിട്ടുള്ള പോരാട്ടങ്ങൾ വരെ നടത്താൻ ശേഷിയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPM തന്നെ, യാതൊരു സംശയമില്ല. പക്ഷെ എന്നെ ചിരിപ്പിച്ചത് അതല്ല. ആ പച്ച ചെറിയ ഹെഡ്ലൈൻ്റെ താഴെയുള്ള ഒരു വലിയ വെണ്ടയ്ക്ക ഹെഡ്ലൈനാണ്. BJPയെ പുറത്താക്കും. അത് കേട്ടപ്പോൾ സത്യത്തിൽ ചിരിച്ചു കേട്ടോ. ഇപ്പൊ സത്യത്തിലൊരു ആശങ്കയാണ്. BJP-ക്കാണ് ഇനി പുറത്താക്കാൻ ചെന്നിട്ട് ഇനി സഖാക്കന്മാരാരെങ്കിലും ബാക്കി ഉണ്ടാവുമോ എന്നൊരു ബേജാറിലാണ് ഞാനിപ്പോൾ. കാരണം ഇവിടെ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ BJP-യും കോൺഗ്രസിനെയും ഒക്കെ പുറത്താക്കി ഇപ്പൊ എല്ലാവരും കേരളത്തിൽ വന്ന് പോരാട്ടം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ചെറുപ്പത്തിൽ ഞാൻ ധാരാളം കേട്ടിട്ടുള്ള വാക്യമാണ് ബംഗാൾ പോലെയാക്കും, ബംഗാൾ ത്രിപുര എന്നൊക്കെ. സത്യത്തിൽ ഇപ്പോ കേരളം ബംഗാൾ പോലെ ആക്കും എന്ന് പറഞ്ഞപ്പോൾ കേരളം ബംഗാൾ ആയി എന്നുള്ളതാണ് വസ്തുത. ഇത്ര പെട്ടെന്ന് ബംഗാൾ ആക്കുമെന്ന് കരുതിയില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 8-10 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ മുഴുവൻ തമിഴ്നാട്ടിൽ നിന്നുള്ളവരായിരുന്നു. അതായത് ഏത് ജോലിക്ക് വന്നാലും അവിടെ മുഴുവൻ തമിഴന്മാർ, അണ്ണന്മാരെന്നാണ് നമ്മൾ വിളിച്ചിരുന്നത്. അണ്ണന്മാരായിരുന്നു, തമിഴന്മാരായിരുന്നു ഇവിടെ ജോലിക്കുണ്ടായിരുന്നത്. എന്തിനും ഏതിനും അവർ, തെങ്ങ് കയറ്റമായിക്കോട്ടെ, പറമ്പ് പണിക്കായിക്കോട്ടെ, കോൺക്രീറ്റ് പണിക്കായിട്ടോ എന്ത് പണിക്കും. പക്ഷെ ഇന്നൊരൊറ്റ തമിഴിനെ കാണാനില്ല. കാരണം അവരുടെ നാട്ടിൽ അവരുടെ സർക്കാർ കൃത്യമായി എല്ലാവർക്കും ജോലിയും വരുമാനവും ഉറപ്പുവരുത്തുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അഭിമാനം പണയം വെച്ചുകൊണ്ട് മറ്റു സംസ്ഥാനത്ത് പോയി പണിയെടുക്കേണ്ട ഒരു ഗതികേട് അവർക്കില്ല. സാധാരണ കൂലിപ്പണിക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അഭ്യസ്തവിദ്യരായിട്ട് യൂറോപ്പിലും മറ്റും പോയി പണിയെടുക്കുന്നവരോ കുടിയേറുന്നവരോ ഉള്ള കാര്യമല്ല. നമ്മൾ ഇല്ലായ്മക്കാരെന്ന് വിളിക്കുന്നില്ലേ, അവരുടെ കാര്യമാണ് പറയുന്നത്. അവരാരും ഇന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പണിയെടുക്കുന്നില്ല. പകരം ഇവിടെ ചിലർ വന്നു. നമുക്ക് ഒരു ബാർബർ ഷോപ്പിൽ പോയി ഇത് മുടി വെട്ടാൻ പറ്റുമോ? നമ്മുടെ സൗകര്യത്തിനൊരു മുടി വെട്ടാൻ പറ്റുമോ? നമ്മുടെ സൗകര്യത്തിന് ഒരു ചായ കുടിക്കാൻ പറ്റുമോ? നമ്മുടെ സൗകര്യത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് വാങ്ങാൻ പറ്റുമോ? അതുപോലെ എവിടെയാണ് നമുക്ക് നമ്മുടെ ഭാഷയിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ഒന്ന് പറഞ്ഞ് ഫലിപ്പിച്ച് നമ്മുടെ കാര്യം നേടിയെടുക്കാൻ എവിടാ പറ്റുക? ഒരു കാലിച്ചായ കുടിക്കണമെങ്കിൽ ഹിന്ദി പഠിക്കണം, ഒന്ന് മുടി വെട്ടണമെങ്കിൽ ഹിന്ദി പഠിക്കണം എന്ന് വേണ്ട, സകല മേഖലയിലും ബംഗാളികളാണ്. ഞാൻ ബംഗാളികളെന്ന് പറയുന്നത് ബഹുമാനം ഇല്ലാതെയല്ല, ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെയാണ്. ബംഗാളിലുള്ളവരെ ബംഗാളികളെന്നല്ലാതെ നമ്മളങ്ങനെ വിളിക്കുക. കേരളത്തിലുള്ളവരെ മലയാളികളെന്നല്ലേ നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ കേരളീയരെന്ന് വിളിക്കുന്നത്. അതുപോലെ ബംഗാളിലുള്ളവർ ബംഗാളികൾ. അപ്പോൾ കേരളം ബംഗാളാക്കും എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പെട്ടെന്ന് ബംഗാളാക്കും സത്യത്തിൽ പ്രതീക്ഷിച്ചില്ല. വളരെ പെട്ടെന്നാണ് ബംഗാളായത്. അനുദിനം ബംഗാളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ ബംഗാളിൽ ഇല്ലാത്ത, ഹിന്ദിക്കാരില്ലാത്ത ഏത് സ്ഥലമാണുള്ളത്? ഏതെങ്കിലും ഒരു സ്ഥാപനം കാണിച്ചു തരാൻ പറ്റും? എല്ലാ സ്ഥാപനത്തിലും ബംഗാളികൾ. അതായത് കേരളത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ മലയാളം മാത്രം ഇനി പഠിച്ചാൽ പോരാ, ഹിന്ദി പഠിക്കാതെ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ എത്തിയില്ലേ? ഇത് കോൺഗ്രസിനെ പുറത്താക്കിയതല്ലേ? കോൺഗ്രസിനെ പുറത്താക്കി BJP പ്രതിരോധിച്ച് ഇങ്ങ് അറ്റത്ത് കേരളത്തിൽ ഒരു കക്ഷിയായി മാറി. ഒരു കാര്യം CPM ഓർക്കണം. ലോകത്താദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ CPM, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അധികാരത്തിൽ വന്ന സംസ്ഥാനമാണ്, ഒരു സ്ഥലമാണ് നമ്മുടേത് ഈ കേരളം. ആ സംസ്ഥാനത്ത് അടുത്ത 5 വർഷത്തോടു കൂടി CPM ഇല്ലാതാകാൻ പോവാണ്. 15 വർഷം കൂടെ കിട്ടും, 10 വർഷമല്ല. അടുത്ത് കോൺഗ്രസ് പിടിക്കാനൊന്നും പോകുന്നില്ല. CPM തന്നെ ജയിപ്പിക്കും. ഇല്ലെങ്കിൽ കോൺഗ്രസ് ജയിപ്പിക്കും. കാരണം അവർക്ക് ഈ മുടിഞ്ഞ ഈ ഖജനാവും ഒന്നുമില്ലാത്ത പെറ്റി കിടക്കുന്ന ഖജനാവും കൊണ്ട് അവർക്ക് ആവശ്യമില്ല. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി അഥവാ അവർ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭരിക്കാൻ സമ്മതിക്കില്ല CPM. അതുകൊണ്ട് അടുത്ത ഭരണം ഇനി വേണ്ടാന്ന് പറഞ്ഞാൽ പിണറായിൻ്റെയോ ഇനി അതല്ലെങ്കിൽ മറ്റാരുടെയോ മണ്ടയിൽ വെച്ച് തരും. CPM-ന്റെ മണ്ടയിൽ തന്നെ വെച്ച് തരും. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന നിങ്ങൾ, ഇവിടുത്തെ CPM, കേരളത്തിലെ CPM BJP-യെ പുറത്താക്കും എന്ന് പറയുമ്പോൾ വല്ലാത്ത കഷ്ടമാണ്. 2 സീറ്റ് ഉണ്ടായിരുന്ന സമയത്ത് അവർ രാജ്യം പിടിക്കുമെന്ന് പറഞ്ഞ്, രാജ്യത്ത് 3-2 ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കുമെന്ന് പറഞ്ഞ ഒരു പാർട്ടിയാണ്. അവർ തുടർച്ചയായി 2-ാം വട്ടം ജയിച്ച് 3-ാം വട്ടം ജയിക്കാൻ പോകുന്നു. അവർ തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കണ്ടിട്ട് കേരളത്തിൽ ഒരു തുടർഭരണം കിട്ടിയത് കൊണ്ട് ഇവിടെ നമ്മളിനി BJP പുറത്താക്കും, കോൺഗ്രസിനെ പുറത്താക്കും എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതിനൊന്നും നിങ്ങൾക്ക് കഴിയില്ല. വെറുതെ ഇങ്ങനെ താളമടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. കേരളത്തിൻ്റെ സ്വന്തം ഖജനാവ് ഒന്ന് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്ത് ഇവിടെ ഉള്ളവർക്ക് മര്യാദയ്ക്ക് പെൻഷൻ കൊടുത്തും മര്യാദയ്ക്ക് ശമ്പളം കൊടുത്തും മര്യാദയ്ക്ക് മനസ്സമാനത്തോടെ ജീവിക്കാൻ പറ്റിയും അതുപോലെ തന്നെ എന്തെങ്കിലും വ്യവസായമോ കച്ചവടങ്ങളോ തുടങ്ങാൻ സമാധാനത്തോടെ അവരതും ഏറെ ജീവിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കാത്ത നിങ്ങളാണ് ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന, ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP-യെ പുറത്താക്കുമെന്ന് പറയുന്നത്. കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ സ്വപ്നത്തിൽ കിടന്ന് പലർക്കും പറയാം.
അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ. അങ്ങനെ സ്വപ്നം കാണുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നുമേ പറയാനില്ല.